മനപ്രയാസമല്ല, എനിക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുക. ഇനി അങ്ങോട്ട് ലൈവല്ല ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് ഞാൻ ഇനി ഇതില്ല. നിങ്ങൾക്ക് അറിയാനുള്ളത് ഇപ്പൊ നേരിട്ട് എന്നോട് ഇപ്പൊ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ലൈവ് ഒരു ഇന്റർവ്യൂ ആയിട്ട് ഞാൻ ഇനി രേണു സുധീന്റെ മോൻ ഈ റീസെന്റ് കുറച്ച് ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുശേഷം അവന് ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ലൈവിൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഇനി ഇന്റർവ്യൂ കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അത് ആ കുട്ടി പറയാണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ആ കുട്ടീൻ്റെ പേര് വലിച്ചഴച്ച് നെഗറ്റീവ് കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്റർവ്യൂവിന് വിളിച്ചതാണ് ആ സംഭവം. കാരണം ഒരു ചോദ്യം തന്നെ തിരിച്ചും മറച്ചും വളച്ചും മുടിച്ചും ചോദിച്ച് ആ കൊച്ചിനെ വെറുപ്പിക്കുന്ന രീതിയിൽ ആ ഇന്റർവ്യൂ കൊണ്ടുപോയിട്ടുണ്ട്. അവനല്ല ആരാണെങ്കിലും ഈ സ്ഥാനത്ത് ഈ ഒരു തീരുമാനം മാത്രമേ എടുക്കും. എന്തായാലും നന്നായി മോനെ നീ ആ തീരുമാനം എടുത്തത്. കാരണം നിന്നെ മാക്സിമം അവർ വെറുപ്പിച്ചിട്ടുണ്ട്, പിഴിയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നറിയാം. അപ്പോൾ അവനിങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു റീസൺ ഇതാണ് എന്നതിലുപരി അവൻ പ്രത്യേകിച്ച് ഒരു കാരണം പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഇന്റർവ്യൂവിലുള്ള ആൾക്കാർ ഇവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് നിനക്ക് പഠിക്കാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ എവിടുന്നാണ് കിട്ടുന്നത്, ആരാണ് പഠനമൊക്കെ നോക്കുന്നതെന്ന്. അപ്പോൾ അവൻ വളരെ വ്യക്തമായിട്ട് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഫ്ലവേഴ്സ് ചാനലുകാരാണ് ഇത് നോക്കുന്നതെന്ന്. പക്ഷേ ഇന്റർവ്യൂ പുറത്തു വന്ന സമയത്ത് അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ കാര്യം ആ ഇന്റർവ്യൂ ടീം പുറത്തിട്ടിട്ടില്ല. പിന്നെ ഇവൻ അത് റിലേറ്റ് ചെയ്തിട്ട് അവരെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തെങ്കിലും അവന് കിട്ടിയ മറുപടി തൃപ്തികരമായില്ല. അപ്പോഴാണ് അവന് ക്ലിയറായി മനസ്സിലായത്, വേണ്ടാത്ത കോൺട്രവേഴ്സീസ് എൻ്റെ പേരിൽ ക്രിയേറ്റ് ചെയ്യാനും എൻ്റെ ജീവിതം നശിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഇന്റർവ്യൂ എന്ന്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് ആൾ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലോട്ടൊന്ന് പോയി നോക്കാം. കിച്ചു റീസെന്റ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഇന്റർവ്യൂവിന്റെ അടിയിൽ കൊണ്ടുവന്ന് കിച്ചു ഒരു കമന്റ് ഇട്ടിട്ടുണ്ടല്ലേ? കമന്റ് ഇട്ടായിരുന്നു. അതെന്താ അങ്ങനെ ഇടാനൊരു സാഹചര്യം വന്നേ? അത് എന്റെ പഠിത്തത്തിന്റെ കാര്യമൊക്കെ ആരാ നോക്കുന്നെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. ഞാൻ ഫ്ലവേഴ്സിന്റെ പേരാ പറഞ്ഞിരുന്നത്. അപ്പൊ അത് വന്നപ്പം ഇറങ്ങിയപ്പം ആ ഫ്ലവേഴ്സ് എന്നുള്ളത് കട്ടായിപ്പോയി. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കമന്റ് ഇട്ട്, പക്ഷെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന എന്റെ കമന്റ് അല്ല, അത് വേറെ അക്കൗണ്ട് ആയിട്ടുള്ള കമന്റാ. അതെങ്ങനെയാ? കിച്ചുവിന്റെ അക്കൗണ്ട് അല്ലേ അത്? അല്ലല്ല, അത് എന്റെ അക്കൗണ്ട് അല്ല, അത് വേറെ അക്കൗണ്ട്. അത് വേറെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് അവര് തന്നെ എനിക്ക് തോന്നുന്നു ഇട്ടായിരിക്കണം. അവര് തന്നെ പിൻ ചെയ്തായിരുന്നു. ഞാൻ വിളിച്ച് ചോദിച്ചു എന്താ ഇങ്ങനെ മാറ്റാൻ കാരണം. അപ്പൊ അവര് പറഞ്ഞെന്ന് വെച്ചാൽ എന്തോ ഓഡിയോ ആ ടൈമിൽ കറക്റ്റായിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാ പറഞ്ഞു. ഞാൻ പറഞ്ഞു സത്യസന്ധമായ തോന്നിവാസം പരിപാടിയാണ് കിച്ചു ഇവിടെ വന്ന് പറഞ്ഞത്. കാരണം കിച്ചുവിനോട് ചോദിച്ചപ്പോൾ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞെങ്കിലും അവരത് ഇട്ടില്ല. അപ്പോൾ കിച്ചു എന്ത് ചെയ്തു, നേരെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് കമൻറ്റിൽ എഴുതിയിട്ടു ഇങ്ങനെ ഫ്ലവേഴ്സ് TV എന്ന്. പക്ഷെ ആ കമൻറ്റ് അവരെന്ത് ചെയ്തില്ല, പിൻ ചെയ്തില്ല. പകരം വേറെ ഏതോ ഒരു കമൻറ്റ് പിൻ ചെയ്തു. അത് ആരാന്ന് തന്നെ കിച്ചുവിന് അറിയില്ല. അങ്ങനെ കിച്ചു അവരെ വിളിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ അവർ പറഞ്ഞു ഓഡിയോ മിസ്റ്റേക്ക്. അതിൻ്റെ തുടക്കമുള്ള ഭാഗവും അതിൻ്റെ ഒടുക്കുള്ള ഭാഗത്തും ഓഡിയോ കിട്ടി. പക്ഷെ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് എന്ത് കിട്ടിയില്ല, ഓഡിയോ കിട്ടിയില്ല. കാരണം ഇന്റർവ്യൂ ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം, ഇവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ലക്ഷ്മി നക്ഷത്രേനെയും ഫ്ലവേഴ്സ് പ്രോഗ്രാമിനെയും അങ്ങനെ തരം താഴ്ത്തി കിട്ടുക. കാരണം ആ കുട്ടീനോട് ചോദിക്കുന്ന ചോദ്യം ഇത് മാത്രമാണ്, ലക്ഷ്മി നക്ഷത്ര വീട്ടിൽ വന്നില്ലേ, ലക്ഷ്മി നക്ഷത്ര വീട്ടിൽ വന്നില്ലേ, ഫ്ലവേഴ്സ് വീട്ടിൽ വന്നില്ലേ, അവിടുത്തെ ആൾക്കാർ വന്നില്ലേ, ആ പ്രോഗ്രാം അവസാനിപ്പിച്ചില്ലേ, ഇത് മാത്രമേ ഇവർക്ക് ചോദിക്കാനുള്ളൂ. അപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ ചാനലിനെ അങ്ങ് തേജോവധം ചെയ്യണം. അപ്പോൾ ഇവർ ഈ പറയുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം ഫ്ലവേഴ്സ് ചെയ്യുന്നുണ്ട്. കാരണം ആ കൊച്ചിനെ പഠിപ്പിക്കുന്നുണ്ട്, ആ കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അത് പുറത്ത് കാണിച്ചാൽ മോശമാണല്ലോ. മോനെ നീ ഇന്റർവ്യൂ ചെയ്യുന്നില്ല തീരുമാനം എടുത്തില്ല, 100% നന്നായി. കാരണം ഇങ്ങനത്തെ ആൾക്കാർക്കൊന്നും നീ സപ്പോർട്ട് കൊടുക്കരുത്. ഞാൻ പറഞ്ഞു ഞാൻ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, അപ്പൊ അത് പിൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പൊ അവർ ആ കമന്റ് അല്ല പിൻ ചെയ്തേക്കുന്നത്, വേറെ അവര് തന്നെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, അതെടുത്ത് പിൻ ചെയ്ത് വെച്ചേക്കുന്നത്. അല്ല, അപ്പൊ അത് കിച്ചുവിന്റെ അക്കൗണ്ട് അല്ല? അത് അല്ലല്ല, എന്റെ അക്കൗണ്ട് അല്ല, പിൻ ചെയ്ത് വെച്ചേക്കുന്ന എന്റെ അക്കൗണ്ട് അല്ല. അപ്പൊ കിച്ചുവിന്റെ അക്കൗണ്ട് ഏതാ? എന്റെ അല്ലാണ്ട് കിച്ചു എന്നുള്ള അതിന്റെ താഴെ തന്നെ കിടപ്പുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിൻ ചെയ്ത് വെച്ചേക്കണതിന് എങ്ങോട്ട് 9,000 എങ്ങോട്ട് ലൈക്കോ കമന്റ്സോ സാധനങ്ങളൊക്കെ എഴുതിയേക്കുന്ന രണ്ടും സെയിം കാര്യങ്ങളാണ്, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന എന്റെ അക്കൗണ്ട് അല്ലെന്ന്. ഓ, അപ്പൊ അവര് വിളിച്ച് സംസാരിച്ചില്ലായിരുന്നോ? ഞാൻ പറഞ്ഞു എന്തൊരു കച്ചറ പരിപാടിയല്ലേ ചെയ്യുന്നേ. അവന്റെ കമന്റ് അല്ല പിൻ ചെയ്ത്, ഇവര് തന്നെ എന്തോ ഒരു കമന്റ് ഇട്ടിട്ട് ആ കമന്റാ പിൻ ചെയ്തിട്ടുള്ളത്. ഞാൻ പറയട്ടെ, എന്ത് ജോലിക്കും അതിൻ്റെതായ കുറച്ച് നിലവാരം കാണിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. അല്ലാണ്ട് എന്തും പൈസ എന്നൊരു പെർസ്പെക്റ്റീവിൽ നോക്കാണ്ട് നിൽക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.
ആ കുട്ടീൻ്റെ കമൻറ്റ് മൈൻഡ് ചെയ്തിട്ടില്ല, വേറെ ഏതോ കമൻറ്റ് പിൻ ചെയ്തു എന്നൊക്കെ പറയുന്നു. നമ്മൾ ആദ്യമേ ആ ഇൻ്റർവ്യൂ കണ്ട സമയത്തേ ഞാൻ പറഞ്ഞതാണ്, ഈ കൊച്ചിനെ വെച്ചിട്ട് ഒരു നെഗറ്റീവ് കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യാനും വ്യൂ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പണിയാണ് ഇവർ ചെയ്യുന്നതെന്ന് 100% ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് എന്നെയാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഈ കുട്ടി വന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രേണുവമ്മ എന്താ ചെയ്യുന്നത്? ഇപ്പൊ രേണുവമ്മ ഇതിന് പൈസ മുടക്കുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. എൻ്റെ എന്തെങ്കിലും ചിലവിന് എന്തെങ്കിലുമൊക്കെ ചില്ലറ ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ല ഇല്ല, പഠിത്തം കാര്യമൊക്കെ നോക്കുന്ന ഫ്ലവേഴ്സ് തന്നെ മൊത്തം. ഈ മന്ത്ലി കറക്റ്റ് ആയിട്ട് അവര് ഫീസ് അവര് കോളേജിലേക്ക് അടയ്ക്കുവാണോ അതോ കോളേജിലോട്ട് അടയ്ക്കുന്നത്? അത് കിച്ചു വിളിച്ചു പറയേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രാവശ്യം മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പറയുകയും ചെയ്തു, നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ട്. അപ്പം ഈ വീഡിയോയിൽ ആൾ കൺവേ ചെയ്യുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം തന്നെ അത്രത്തോളം സഹായിക്കുന്ന ഒരു ടീമാണ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ലക്ഷ്മി നക്ഷത്ര വീട്ടിൽ വരാത്തതിന് നിങ്ങൾ എന്തിനാ ഇത്ര ഒച്ചപ്പാട് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഇത് മാത്രമല്ല പരിപാടി. അപ്പം ആളുടെ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ എടുത്ത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ആള് എത്രയോ ആൾക്കാരുടെ വീട്ടിൽ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയി വാങ്ങി പോകുന്ന വീഡിയോസ് ഉണ്ട്. കാരണം ആളുടെ ഫാൻ ഗേൾസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത്. അപ്പോൾ എന്തൊക്കെയോ കാരണങ്ങളാലായിരിക്കും പോവാത്ത. അതിനിങ്ങനെ കുത്തി ചോദിച്ചില്ലാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ ഭൂചലനം പോലെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒക്കത്തിനും ഒരു ടൈമുണ്ട് ദാസ. നിങ്ങളൊന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കുക, നമുക്ക് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം. കുറച്ചെങ്കിലും ഒന്നും ഞാൻ പറയുന്നില്ല. സോ മോനെ, നീ വന്ന് ഈ വീഡിയോ കൊടുത്തത് എന്തായാലും നന്നായി. അറ്റ്ലീസ്റ്റ് നമ്മളൊക്കെ പറയുന്ന സമയത്ത് ഏതോ 2-3 ആളെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. നിന്റെ വാക്ക് കൂടിയെങ്കിലും ഇവർ ചെയ്യുന്ന തോന്നിവാസം അവർക്ക് മനസ്സിലായല്ലോ എന്ന് മാത്രമേ പറയാനുള്ളൂ. ലക്ഷ്മി നക്ഷത്ര ചേച്ചിയുടെ അമ്മയെ പറ്റി മുമ്പ് വാർത്തക്കാർ ചോദിച്ചപ്പോൾ വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് മറുപടി കൊടുത്തത്. ലക്ഷ്മി ചേച്ചിയുമായി ഇപ്പോ വല്ല ഉടക്കുമുണ്ടോ? ഞാനായിട്ടൊരു കുഴപ്പമില്ല. സ്വയമായി കൊണ്ടിരിക്കുകയാണ്, കിച്ചു പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. ഞാൻ എങ്ങനെ അമ്മയെടുത്ത് ചെന്നിങ്ങനെ പറയാ? അമ്മയുടെ പുതിയ ആൽബം കണ്ടോ? എന്താണ് അഭിപ്രായം? കുഴപ്പമില്ല. അങ്ങനെ അവന്റെ ലൈവിലും മെയിൻ 3 ചോദ്യങ്ങളാണ് നാട്ടുകാർക്ക് അറിയാനുള്ളത്. ഒന്ന്, ലക്ഷ്മി ചേച്ചിയായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോയെന്ന്. ലക്ഷ്മി ആ വീട്ടിലൊന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ പകുതി ഇന്റർവ്യൂ അവസാനിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം ഉള്ളത്. അപ്പം അവനതിൽ വ്യക്തമായി പറഞ്ഞു, ഞാനും ലക്ഷ്മി ചേച്ചിയുമായിട്ട് ഒരു പ്രശ്നവുമില്ല, എനിക്ക് മെസ്സേജ് അയക്കലുണ്ട്, കോണ്ടാക്റ്റ് ഉണ്ട്. പിന്നെ ആ കുട്ടിയായിട്ട് ലക്ഷ്മിക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാനാണ്? നിങ്ങൾ എന്തിനും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇപ്പം ലക്ഷ്മിയും ഒരു വീഡിയോ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്തിനാ വെറുതെ അവരുടെ ജീവിതം, ഞാൻ എൻ്റെ ജീവിതം, വെറുതെ ഞങ്ങളെ വലിച്ചഴക്കുന്ന എന്താ? ഇത് തന്നെയാണ് ഇവിടെയും അറിയേണ്ടത്. പിന്നെ അമ്മയുടെ അഭിനയം. പക്ഷേ ഭയങ്കര മെച്യൂർ ആയിട്ടാണ് ആ കുട്ടി അതിനൊരു മറുപടി തന്നിട്ടുള്ളത്. അമ്മ അഭിനയിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം തുടങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിൽ ചില മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ പോകെ എന്ത് ചെയ്യും? ഈ അഭിനയം ഇമ്പ്രൂവ് ചെയ്ത് വരും. ഷോർട്ട് ഫിലിം കാണലുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ആ കാണലുണ്ട് എന്നാണ് അവൻ മറുപടി തന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാളെ വെറുപ്പിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ ഒരാളിൽ കയറി ഇങ്ങനെ കുത്തി പറയുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട്. അവൻ്റെ കാര്യം അവനോട് ചോദിക്കൂ, അവൻ്റെ കണ്ടന്റുകൾ കാണാൻ ശ്രമിക്കൂ. അവൻ്റെ അമ്മേനെ അതിൽ വലിച്ചഴിച്ച് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കാണ്ട് നിൽക്കുന്നത് നല്ലതാണ് എന്നൊരു അഭിപ്രായമാണ് എനിക്ക് പേഴ്സണലി ഉള്ളത്. ഇപ്പോൾ കിച്ചു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നല്ല ബുദ്ധിപരമായിട്ടുള്ളൊരു കാര്യമാണ് മോൻ ചെയ്തിട്ടുള്ളത്. അതിൽ നല്ല വീഡിയോസ്, കണ്ടന്റ് കാര്യങ്ങൾ ഇടുക, ഏണിങ് ഉണ്ടാവുക, സ്വന്തം ജീവിതം ഫ്രണ്ടോട്ട് കൊണ്ടുപോവുക. നീ നിന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക. ഇത് നല്ലൊരു സ്വഭാവമാണ്. ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പോകുന്നത്. ഇവനിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവനോട് കയറി വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയ വിഷയമാവും, വിവാദമാവും. കുറേ ആൾക്കാർക്ക് അവൻ്റെ ചാനൽ കാണാം, വീഡിയോ കാണാം, ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അവൻ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ല. അവൻ ചോദിച്ച ചോദ്യത്തിന് അവൻ എന്ത് മറുപടിയാണോ കൊടുക്കേണ്ടത് അവൻ നല്ല വൃത്തിയിൽ ആ മറുപടി കൊടുത്തിട്ട് അങ്ങ് അവസാനിപ്പിച്ചിട്ടുണ്ട്. സോ അത് റെസ്പെക്റ്റ് ചെയ്തെങ്കിലും മര്യാദയ്ക്ക് നിന്നാൽ നല്ലത്. ഓക്കെ.